നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ സമൂഹ മാധ്യമ പേജുകൾ വഴി നടത്തിയ പ്രതിദിന ക്വിസ് മത്സരമായ പോൾ സ്റ്റാറിൽ മെഗാ സ്റ്റാറായി മാനന്തവാടി സ്വദേശിനി അലീന ചെറിയാൻ. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ BA മലയാളം വിദ്യാർത്ഥിനിയാണ് അലീന. ഓരോ ദിവസത്തെയും വിജയികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് അലീനയെ മെഗാ സ്റ്റാറായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ സമൂഹമാധ്യമ പേജുകൾ വഴി നടത്തിയ ക്വിസ് മത്സരമാണ് പോൾ സ്റ്റാർ. വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഈ ക്വിസ് മത്സരത്തിന് ഉണ്ടായത്. ഓരോ ദിവസവും 600-ലധികം ആളുകളാണ് ഇതിന് ഉത്തരങ്ങൾ അയച്ചത്. അതിൽ ഓരോ ദിവസവും വിജയികളായവരിൽ നിന്ന് ആണ് ഒരു മെഗാ വിജയിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാനന്തവാടി സ്വദേശിനി അലീന ചെറിയാനാണ് ആ ഭാഗ്യം ഉണ്ടായത്, നറുക്കെടുപ്പിൽ വിജയിച്ചത്. എങ്ങനെയാണ് ഈ ക്വിസിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ആദ്യമായിട്ട് ഇതിൻ്റെ പോസ്റ്റ് കണ്ടത്. വെറുതെ ഇങ്ങനെ ക്വിസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഞാൻ കൂടിയതാണ്. എന്തൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു ഓരോ ദിവസവും? ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിലെനിക്ക് 4-ാമത്തെ ദിവസമായിരുന്നു വിജയിക്കാൻ പറ്റിയത്. പക്ഷെ ഒരിക്കലും മെഗാസ്റ്റാർ വിന്നറാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ആരെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ മെഗാസ്റ്റാർ ആയിന്ന്? അത് ഈ ഇലക്ട്രൽ ഓഫീസിൽ തന്നെ മീഡിയ ടീം അംഗങ്ങളായിരുന്നു എന്നെ വിളിച്ചപ്പോൾ വിശ്വസിച്ചോ? ഇല്ല, ഞാൻ ആദ്യം കരുതിയത് പ്രാങ്ക് കോൾ ആയിരിക്കുന്നതായിരുന്നു. 10,000 രൂപയാണ് സമ്മാനം. അതെ. എപ്പോഴാണ് ഇനി സമ്മാനം മേടിക്കാൻ പോകാൻ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് പോയിട്ട് തിങ്കളാഴ്ച പോയിട്ട് എനിക്ക് എപ്പോഴാണോ ടൈം അന്ന് അവർ തരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ നേരത്തെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു? ഇതിന് മുന്നേ ഞങ്ങൾ വോട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് കോളേജിൻ്റെ ഭാഗമായിട്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ണൂർ വുമൻസ് കോളേജ് വെച്ചിട്ട്. അങ്ങനെ അവിടെ പോയി പങ്കെടുത്തായിരുന്നു. എന്തായാലും വലിയൊരു ഭാഗ്യമല്ല ഇത്രയും പേര് ദിവസവും പങ്കെടുത്തിട്ട് അതിൽ നറുക്കെടുപ്പിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഈ ഇൻസ്റ്റ എന്നൊക്കെ പറഞ്ഞ റീൽസ് മാത്രം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ്. അന്നേരം പെട്ടെന്നൊരു റീൽ വന്നു. അന്നേരം ഞാൻ വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കി. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ 18 ദിവസം എന്തുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തോടെ, ഒരു കമൻ്റ് അല്ലേ പോയാലൊരു കമൻറ്റ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മെൻഷൻ ചെയ്തിട്ടൊരു സ്റ്റോറി വരുന്നു. പിന്നെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.